സെൻറ്റ് പീറ്റേഴ്സ് പള്ളി ഇടവകാംഗങ്ങളെ, നാട്ടുകാരെ, ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധമായ ഈ ദേവാലയങ്കണത്തിൽ വടുതലയിലെ ഏതാനും എളിയ കലാകാരെ ഉൾപ്പെടുത്തി ബൈബിളിൽ നിന്നും കണ്ടെടുത്ത ഏതാനും ചില സംഭവങ്ങളെ ആസ്പദമാക്കി ഇങ്ങനെയൊരു കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം തന്ന പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ഷൈൻ ചിലങ്ങറയെയും ഒപ്പം തന്നെ കേന്ദ്രസമിതി ഭാരവാഹികളെയും അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ് എന്നിവ ഒരുക്കിയവർക്കും നന്ദി അറിയിക്കുന്നു. അഭിനയിച്ചവരെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും പരിചയപ്പെടുത്താം. യേശു ജോൺ ചമ്മിണിക്കോടത്ത്, പത്രോസ് സോളമൻ പാലക്കാപ്പള്ളി, അന്ത്രയോസ് ടെറിൻ കൊറയ, യാക്കോ ജേക്കബ് KP, യോഹന്നാൻ എമിൽ ആന്റണി, അന്തൻ ഷാജി ജോസഫ്, ഫരിസേയൻ പോൾ കട്ടിക്കാട്ട്, മറിയം ലിജി ജെയ്സൺ, മഗ്ദലേന മറിയം, മീഡ സെബാസ്റ്റ്യൻ, രക്തസ്രാവക്കാരി ലില്ലി ജെയ്സൺ, നായീനിലെ വിധവ റോസ്ലി ഫ്രെഡറിക്, യോവന്ന പുഷ്പ, പത്രോസിൻ്റെ അമ്മായിയമ്മ മരിയ, സീറോ ഫിനിഷിംഗ് സ്ത്രീ മേരി ജോസഫ്, കുട്ടികൾ ആമി നോർമൻ, ആൻമിയ സനിൽ, റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് എയ്ഡ്രിൻ സെബാസ്റ്റ്യൻ, മേക്കപ്പ് ട്രീസ സേവ്യർ, ഡാൻസ് ചിട്ടപ്പെടുത്തിയത് ദീപ്തി റോബിൻ, പിന്നണിയിൽ സഹായിച്ചത് ലോറൻസ് പാലക്കാപ്പള്ളി, രചന സംവിധാനം ജോൺ ചമ്മിണിക്കോടത്ത്. പ്രാർത്ഥനകളോടെ ആരംഭിക്കട്ടെ. പത്രോസേ, നീ പാറയാകുന്നു. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ, ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ, വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ, ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ. പത്രോസേ, പാതിരാത്രി മുതൽ നമ്മൾ വലമിട്ടുകയല്ലേ? നേരം പുലർന്നിട്ടും ഇതുവരെ നമുക്കൊരു ചെറുമീൻ പോലും കിട്ടിയില്ലല്ലോ. അന്ത്രയോസേ, ഇനിയും നമ്മൾ വല നീട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് വലമടക്കി ഭവനത്തിലേക്ക് മടങ്ങാം. നിങ്ങളെന്താ വലയേറിയൽ മതിയാക്കിയോ? യോഹന്നാൻ, ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയും ശ്രമിച്ചതുകൊണ്ട് ഫലമുണ്ടെന്ന് തോന്നുന്നില്ല. വലയും കീറാറായി. യാക്കോബേ, നിങ്ങളുടെ പിതാവ് നിങ്ങളോടൊപ്പം കരയിലുണ്ടായിരുന്നല്ലോ, അദ്ദേഹം പോയോ? പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി. ഞങ്ങൾ വലയുടെ കേടുപാടുകൾ തീർത്തിട്ടേ മടങ്ങുന്നുള്ളൂ. ആരോ കടൽക്കരയിലേക്ക് വരുന്നുണ്ടല്ലോ. ആരാണത്? ഇവിടെയൊന്നും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ. രൂപം കണ്ടിട്ട് ഏതോ ഒരു ദിവ്യപുരുഷനെ പോലെ തോന്നുന്നു. സഹോദരരെ, നിങ്ങൾ എന്താണ് വലയെറിയാതെ വെറുതെ ഇരിക്കുന്നത്? ഞങ്ങൾ രാത്രി മുഴുവൻ വല നീട്ടിയിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. ഞങ്ങളുടെ ഒരു ദിവസത്തെ കഠിനാധ്വാനം വെറുതെയായി. അതെ അതെ, ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങാമെന്ന് കരുതി വല മടക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി ആഴങ്ങളിലേക്ക് വലയെറിയുവിൻ. ഈ കടലറിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നിനി വല നീട്ടിയിട്ട് കാര്യമില്ലെന്ന്. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വല നീട്ടാം. അന്ത്രയോസേ, വരൂ, നമുക്കൊന്നുകൂടി വല നീട്ടി നോക്കാം.
പത്രോസേ, ഈ വലക്ക് വലിയ ഭാരം തോന്നുന്നു. നമുക്കിതുവരെ ലഭിച്ചിട്ടില്ലാത്ത മീനുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ രണ്ടുപേരും മാത്രം ശ്രമിച്ചാൽ ഈ വല വലിച്ചു കയറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. യാക്കോബ്, യോഹന്നാൻ, വേഗം വരൂ, ഞങ്ങളൊന്ന് സഹായിക്കൂ. യാക്കോബേ, വേഗം വരും. അവർക്ക് വലയിൽ പെരുത്ത് മീൻ ലഭിച്ചിരിക്കുന്നു. നമുക്ക് വേഗം ചെന്ന് അവരെ സഹായിക്കാം. ശരി യോഹന്നാൻ, വരൂ, നമുക്ക് വേഗം ചെല്ലാം. വലിച്ചു കയറ്റൂ, വലിക്കൂ, വലിക്കൂ. ഇവൻ ആരാണ്? ഇവൻ ദിവ്യശക്തിയുള്ള പ്രവാചകനാണെന്ന് തോന്നുന്നു. ഇക്കാലം അത്രയും ഇങ്ങനെ ഒരു മീൻപെരുപ്പം ഞാൻ കണ്ടിട്ടില്ല. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ. പത്രോസേ, ഭയപ്പെടേണ്ട. നീ എന്നെ അനുഗമിക്കുക. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാണ്. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, നിങ്ങളും എന്നെ അനുഗമിക്കൂ. ഈ വഴിയിൽ ആരെയും കാണുന്നില്ലല്ലോ. നാട്ടുകാർ പറഞ്ഞത് ഇന്ന് ഈ വഴിയിലൂടെ നസ്രായനായ യേശു കടന്നുപോകും എന്നാണല്ലോ. എന്തായാലും അദ്ദേഹം വരുന്നത് വരെ കാത്തു നിൽക്കാം. ഈ വഴിയിൽ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് സഹായിക്കാമോ? വരൂ സഹോദര, ഞാൻ താങ്കളെ സഹായിക്കാം. ഇങ്ങോട്ട് വരൂ. ഭവതി എന്തിനാണ് ഈ വഴിയിൽ വന്ന് നിൽക്കുന്നത്? ഇന്നീ വഴിയിലൂടെ നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് ജനങ്ങൾ പറയുന്നത് കേട്ടു. അവൻ മുടന്തരെയും പിശാചു ബാധിതരെയും ഒക്കെ രക്ഷിക്കുന്നു എന്ന് അവർ പറയുന്നു. ഞാൻ വർഷങ്ങളായി രക്തസ്രാവം മൂലം വിഷമിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാനായാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഞാനും അവനെ തേടി വന്നതാണ്. അവനൊന്ന് സ്പർശിച്ചാൽ എന്റെ അന്ധത മാറിയേനെ. എന്തായാലും ഞാനും ഇന്ന് അവനെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ. താങ്കൾ ഇങ്ങോട്ട് വരൂ, സ്വസ്ഥമായി ഇവിടെ ഇരിക്കൂ. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപറ്റം ആളുകൾ ഉണ്ടാവും. കാഴ്ചയില്ലാത്ത താങ്കൾ തിരക്കിൽപ്പെട്ടു പോകും. ശരി സഹോദരി, നന്ദിയുണ്ട്. എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം വരുന്നതിൻ്റെതാണോ? അതെ അതെ, ദാ അദ്ദേഹം ഇങ്ങെത്തി. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കഴിയണമേ. മിണ്ടാതിരിക്കൂ, ഗുരുവിനെ ശല്യപ്പെടുത്തരുത്. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച കിട്ടണം. നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. പ്രഭു, എന്റെ കണ്ണുകൾ തുറന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. എനിക്കെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഗുരുവേ, നന്ദിയുണ്ട്, അങ്ങ് വലിയവനാണ്. അന്ധനു കാഴ്ച നൽകിയ വചനമേ, സന്തതമരുളുക ഒരു വചനം. മാരകമാമെന്റെ ആത്മാവിനന്ധത ദൂരെ അകറ്റി സുഖമാക്കൂ. മകനെ, നീ ഭവനത്തിലേക്ക് മടങ്ങുക. ആരാണ് എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു. ഗുരുവേ, ഞാനാണ് അങ്ങയെ സ്പർശിച്ചത്.
ഞാൻ 12 വർഷമായി രക്തസ്രാവം മൂലം കഷ്ടപ്പെടുന്നു. അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അങ്ങയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച മാത്രമേ തന്നെ ഞാൻ സുഖപ്പെട്ടു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ, സന്തോഷമായി പോയിക്കൊള്ളുക. അങ്ങ് എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. ഞാനെന്നും അങ്ങേക്ക് കടപ്പെട്ടവളായിരിക്കും. ഗുരുവേ, എല്ലാവരും ക്ഷീണിതരായിരിക്കുന്നു. ഇനി അല്പനേരം ഈ വഴിയരികിൽ വിശ്രമിച്ചിട്ട് പോകാം. ശരി, അങ്ങനെയാകട്ടെ. അവളെ കല്ലെറിയൂ, അവളെ കല്ലെറിയൂ, ഇവൾ വ്യഭിചാരിണിയാണ്. അവളെ കല്ലെറിയൂ. അവളെ കല്ലെറിയൂ. ഏതാണ് ഈ സ്ത്രീ? എന്തിനാണ് ഇവളെ കല്ലെറിയുന്നത്? ഗുരുവിനെ കൊടുക്കാനുള്ള സൂത്രം വല്ലതായിരിക്കും. ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. നിന്റെ അഭിപ്രായം എന്താണ്? നീ വലിയ അറിവുള്ളവനാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. നീ എന്താണ് ഒന്നും സംസാരിക്കാത്തത്? ഗുരുവേ, ഇവളെ എന്ത് ചെയ്യണം? വ്യഭിചാരിയെ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഞാൻ പോകുന്നു. മകളെ, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല ഗുരുവേ, അങ്ങയുടെ വാക്കുകളാൽ എന്നെ ആരും ഒന്നും ചെയ്തില്ല. പോകൂ, മേലിൽ പാപം ചെയ്യരുത്. ശരി ഗുരുവേ, നന്ദിയുണ്ട്. ഞാൻ ഭവനത്തിൽ ചെന്ന് വേഗശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രമണിഞ്ഞ് തിരികെ വന്ന് അങ്ങ് അനുഗമിച്ചു കൊള്ളട്ടെ. പ്രലോഭനങ്ങളും ഭീഷണികളും നിറഞ്ഞ ഈ ലോകത്ത് ഇനിയുള്ള കാലം പരിശുദ്ധനായ അങ്ങയെ അനുഗമിക്കുവാൻ എന്നെ അനുവദിച്ചാലും നാഥ. ശരി, നീയും തിരികെ വന്ന് എന്നെ അനുഗമിക്കുക. നീ എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിന്റെ ശിഷ്യർ ശാപത്തിൽ ഉപവസിക്കാത്തതെന്ത്? മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് എങ്ങനെ ഉപവസിക്കാൻ സാധിക്കും? മണവാളൻ പൊയ്ക്കഴിയുമ്പോൾ അവർ ഉപവസിച്ചുകൊള്ളും. നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷിക്കുന്നത് ശരിയാണോ? പുറമേ നിന്ന് ഉള്ളിൽ കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എങ്കിൽ നീ പറയുക, സീസറിന് കപ്പം കൊടുക്കുന്നത് ശരിയോ തെറ്റോ? നിങ്ങൾ ഒരു നാണയം കാണിക്കുക. ഇതാ നാണയം. ആരുടെ രൂപവും ലിഖിതവുമാണ് ആ നാണയത്തിലുള്ളത്? സീസറുടെ രൂപവും ലിഖിതവുമാണ് ഈ നാണയത്തിലുള്ളത്. എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക. യോവന്ന, ഭവതി എന്താണ് ഇവിടെ? പത്രോസേ, നിന്റെ അമ്മായിമ്മയ്ക്ക് പനി കലശലായിരിക്കുന്നു. മരുന്നുകൾ കൊടുത്തിട്ടും സ്ഥിതിയിൽ യാതൊരു മാറ്റവും കാണുന്നില്ല. നീ ഒന്ന് ഗുരുവിനോട് അവിടെ വരെ വരാൻ പറയണം. ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഭവതി മടങ്ങിക്കൊള്ളൂ, ഞാൻ ഗുരുവിനെ കൂട്ടി വരാം. ഗുരുവേ, എന്റെ അമ്മായിയമ്മയ്ക്ക് പനി കലശലായിരിക്കുന്നു. അങ്ങൊന്ന് അവിടെ വരെ വരണമെന്ന് പറയാൻ ആളെ അയച്ചിരിക്കുന്നു. ശരി പത്രോസേ, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. എല്ലാവരും വരൂ, നമുക്ക് എന്റെ ഭവനത്തിലേക്ക് പോകാം.
സഹോദരി, ഒന്ന് നിൽക്കണേ. ഞാനങ്ങ് നായിൻ പട്ടണത്തിൽ നിന്ന് വരുന്നതാണ്. എന്റെ മകന് ദീനം കൂടി അപകട നിലയിലായിരിക്കുന്നു. അവനല്ലാതെ എനിക്കാരുമില്ല. ഈ ഭാഗത്ത് പെരുമയുള്ളൊരു വൈദ്യനുണ്ടെന്ന് കേട്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ ഭവനം കുറച്ചുകൂടി മുന്നോട്ട് പോകണം. സഹോദരി, താങ്കൾ വരുന്ന വഴിക്ക് യേശു ശിഷ്യന്മാരും കടന്നു പോകുന്നത് കണ്ടായിരുന്നോ? അവരങ്ങ് ദൂരെ എത്തിയല്ലോ. ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. തിരക്കിൽപ്പെടാതെ ഓരം ചേർന്ന് ഞാൻ വേഗം പോന്നതാണ്. അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് കേട്ടായിരുന്നോ? പത്രോസ് എന്ന ആരുടെയോ ഭവനത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായി. സഹോദരി, ഞാൻ പോയിക്കൊള്ളട്ടെ. കുറച്ച് തിരക്കുണ്ട്. അയ്യോ, കഷ്ടമായല്ലോ. അവരോട് ഗുരുവിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുപോയെങ്കിൽ അവരുടെ മകൻ സുഖപ്പെട്ടേനെ. സഹോദരി, ഒന്ന് ചോദിച്ചോട്ടെ? എന്തു പറ്റി? എന്താണ് തിരക്കിട്ട് ഓടി വരുന്നത്? ഞാൻ നസ്രായനായ യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാണ്. എന്റെ മകള് പിശാച് ബാധിച്ചിരിക്കുന്നു. അവൾ ഏതു നേരവും കട്ടിലിൽ കിടന്ന് പിച്ചും പേയും പറയുകയാണ്. അവളെ രക്ഷിക്കാൻ യേശുവിനോടൊന്ന് അപേക്ഷിക്കാനാണ് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച് ഒടുവിൽ ഇവിടെ എത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് മറ്റെവിടേക്ക് പോയി. ഞാൻ ഇനി എവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും? വിഷമിക്കേണ്ട സഹോദരി, ഞാനും ഗുരുവിൽ നിന്ന് സൗഖ്യം നേടിയവളാണ്. എന്റെ കൂടെ വരൂ. ഞാനും അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഗുരു ശിഷ്യനായ പത്രോസിന്റെ ഭവനത്തിലുണ്ടാവും. ആ ഭവനം സഹോദരിക്കറിയാമോ? ഈ വഴിയിൽ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. നാട്ടുകാർ പറഞ്ഞത് അവനും ശിഷ്യരും ഈ വഴിയരികിൽ വിശ്രമിക്കുന്നത് കണ്ടെന്നാണല്ലോ. അവർ വീണ്ടും മുന്നോട്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നിനി അവനെ കാണാതെ മടക്കമില്ല. എന്തൊക്കെയാണ് ആളുകൾ അവനെക്കുറിച്ച് പറയുന്നത്? സത്യം മനസ്സിലാക്കുന്നതുവരെ എന്റെ മനസ്സിനി ആശ്വാസമില്ല. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. അമ്മേ, എഴുന്നേൽക്കുക. ഗുരുവേ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ദീനം കൂടി മരിച്ചേനെ. പല വൈദ്യന്മാരുടെയും മരുന്നുകൾ കഴിച്ചു നോക്കി, ഒന്നും ഫലം കണ്ടില്ല. അങ്ങിന്നെ സ്പർശിച്ച മാത്രയിൽ തന്നെ പനി എന്നെ വിട്ടുമാറി. ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. തിരക്കുള്ള അങ്ങ് ഇവിടം വരെ വന്നതിൽ നന്ദിയുണ്ട് ഗുരുവേ. നിങ്ങളെല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ഉള്ള സൗകര്യങ്ങളിൽ എല്ലാവരും ഇരിക്കുക.
ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എടുക്കാം. യോഹന്ന, വരൂ, നമുക്കിവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി, ഞാനിതാ വരുന്നു. അതാണ് ഗുരു. നീ ചെന്ന് കാര്യം പറഞ്ഞു നോക്കൂ. എനിക്ക് ഗുരുവിനോടൊന്ന് സംസാരിക്കണം. ഗുരു ഭക്ഷണം കഴിക്കുകയാണ്, ശല്യപ്പെടുത്തരുത്. പത്രോസെ, അവളെ തടയണ്ട. മകളെ, നീ എന്തിനാണ് വന്നത്? ഗുരുവേ, ഞാൻ അങ്ങയെ തേടി ഒരുപാട് അലഞ്ഞാണ് ഇവിടെ എത്തിയത്. എന്റെ മകളെ രക്ഷിക്കണം. അവള് ഏതാനും നാളുകളായി പിശാച് ബാധിച്ചിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന രീതിയിൽ അവൾ കട്ടിലിൽ കിടന്ന് പിച്ചും പേയും പറയുകയാണ്. അവളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ച് അവളെ രക്ഷിക്കണമേ. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവേ, എന്നെ സഹായിക്കണമേ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അതേ കർത്താവേ, എങ്കിലും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഗുരുവേ, നന്ദി. ഞാൻ വേഗം വീട്ടിൽ ചെന്ന് അവളെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. നീ പറഞ്ഞതുപോലെ അവൾ സുഖപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേഗം പോയി അവളെയും കൂട്ടി അങ്ങയുടെ അടുക്കലേക്ക് വരാം. അവൾക്കും ദിവ്യനായ അങ്ങയെ ഒന്ന് കാണാമല്ലോ. പത്രോസേ, ഗുരുവിന്റെ അമ്മ വന്ന് നിൽക്കുന്നു. ഗുരുവേ, അവിടുത്തെ അമ്മ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരരുമാണ്. യോഹന്നാൻ, പോയി അമ്മയെ കൂട്ടിവരും. ശരി ഗുരുവേ. അമ്മേ, മകനെ, ഞാൻ നിന്നെ തേടി എവിടെയെല്ലാം അലഞ്ഞെന്നറിയാമോ? എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ ഇസ്രായേലിൽ മുഴുവൻ സഞ്ചരിക്കുന്നതല്ലാതെ ഭവനത്തിലേക്ക് വരുന്നതേയില്ല. ഞാൻ നിന്നെ ഓർത്ത് വ്യാകുല ചിത്തയായിരിക്കുന്നു. അമ്മേ, എനിക്കെന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ അനേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്തെല്ലാമാണ് പറയുന്നത്? നിനക്ക് മദ്യഭ്രമം ബാധിച്ചെന്നും സ്വബോധം നഷ്ടപ്പെട്ടെന്നും അവർ പറയുന്നു. നിന്നെ ഒന്ന് നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അമ്മയ്ക്കിപ്പോൾ ബോധ്യമായില്ലേ? എന്നാലും മകനെ, നീ സൂക്ഷിക്കണം. നീ ചതിയിൽ പെടാതെ ശ്രദ്ധാലു ആയിരിക്കണം. അമ്മേ, പ്രവാചകന്മാർ എന്നും സ്വദേശത്ത് അവഗണിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അമ്മ ചഞ്ചലചിത്തയാകാതിരിക്കും. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, അമ്മ അല്പനേരം വിശ്രമിക്കും. യേശുവിന്റെ വിശ്വസ്തദാസിയാം മഗ്ദലേന. ഗുരുവേ, ഈ സ്വതന്ത്രതയിലും അവിടുത്തെ തൃപ്പാദങ്ങളിൽ പൂശുവാൻ ഈ ദാസിയെ അനുവദിച്ചാലും.
ഗുരുവേ, എന്തിനാണ് ഇവൾ ഈ പാഴ്ചലവ് നടത്തിയത്? ഈ സുഗന്ധ തൈലം ഇവൾ പാഴാക്കി കളഞ്ഞില്ലേ? ഇവൾക്കിത് 300 ദിനാറയ്ക്ക് വിറ്റ് പാവപ്പെട്ടവർക്ക് നൽകാമായിരുന്നില്ലേ? അവളെ തടയേണ്ട. ഇവൾ ഇത് ചെയ്തത് എന്റെ സംസ്കാരത്തിനായി മുൻകൂട്ടി ചെയ്തതാണ്. മകളെ ഗുരുവിനെ വണങ്ങൂ. ഗുരുവേ, ഇവളിൽ നിന്നാണ് അങ്ങ് പിശാചിനെ ബഹിഷ്കരിച്ചത്. വരൂ മകളെ. ഗുരുവേ, അങ്ങേക്ക് പ്രണാമം. എനിക്ക് സൗഖ്യമായി. എന്റെ എല്ലാ വ്യാധികളും മാറി. മകളെ, എല്ലായ്പ്പോഴും നീ ഇതുപോലെ സന്തോഷവതിയായിരിക്കും. ശിഷ്യരെ, വരൂ, നമുക്ക് നായിൻ പട്ടണത്തിലേക്ക് പുറപ്പെടാം. മകനെ, ഈ അമ്മയെ നീ തനിച്ചാക്കി പോയല്ലോ. എന്റെ മോനെ, എനിക്ക് നീ ഭൂമിയിൽ ആരുണ്ട്? നിന്റെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി. ഇപ്പൊ നീയും എന്നെ വിട്ടുപോയല്ലോ മകനെ. നിന്നെ രക്ഷിക്കാനായി ഈ അമ്മ എത്ര എത്ര സ്ഥലങ്ങളിൽ അലിഞ്ഞു. ഞാനിതെങ്ങനെ സഹിക്കും? ദൈവമേ, ഇതെന്ത് നീതിയാണ്? മകളെ, കരയാതിരിക്കും. ഗുരുവേ, ഇവൻ എന്റെ ഏക മകനാണ്.
ഇവന്റെ അപ്പൻ പോയിടത്തേക്ക് തന്നെ ഇവനും എന്നെ തനിച്ചാക്കി പോയി. ഞാനിനി എന്തിനു ജീവിക്കണം? വിഷമിക്കേണ്ട മകളെ, ഞാൻ നിനക്ക് നൽകാം. അവൻ മരിച്ചുപോയി ഗുരുവേ. ഇവനെ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾക്കായി നാട്ടുകാർ പോയിരിക്കുകയാണ് ഗുരുവേ. യുവാവേ, എഴുന്നേൽക്കുക. അമ്മേ, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. വിദൂരമായ ഒരു യാത്ര ചെയ്തത് തിരികെ വന്നതുപോലെ തോന്നുന്നു. ഗുരുവേ, ഞാനെന്നും അവിടത്തേക്ക് കടപ്പെട്ടവനായിരിക്കും. അങ്ങേക്ക് കോടാനുകൂടി നന്ദി ഗുരുവേ. ഈ എളിയവളുടെ വേദന അങ്ങ് മനസ്സിലാക്കിയല്ലോ. അങ്ങ് ഉന്നതനാണ് കർത്താവേ, മഹോന്നതൻ. അന്ത്രയോസേ, ഇവനെ അല്പം വിശ്രമിക്കാൻ അനുവദിക്കും. ഇവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ജനങ്ങളെല്ലാം എന്റെ പിന്നാലെ ആയിരിക്കുന്നു. ഇവനെ ഒന്ന് വാക്കിൽ കുടുക്കി കുറ്റക്കാരനാക്കാൻ എത്ര ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും വിജയം കണ്ടില്ല. ഇവനെ ഇങ്ങനെ വളരാൻ വിട്ടുകൂടാ. ഇവനെ നശിപ്പിക്കാൻ ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവനെ പിന്തുടർന്ന് ഇവനെ നശിപ്പിക്കുവാനുള്ള തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടിയിരിക്കുന്നു. എത്ര അത്ഭുതങ്ങളാണ് ഇവൻ പ്രവർത്തിക്കുന്നത്. മരിച്ചവർ ജീവിക്കുന്നു, അന്തർക്ക് കാഴ്ച ലഭിക്കുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ. ഇവൻ വരാനിരിക്കുന്ന ഏലിയയാണ്. ഇവൻ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരുവൻ പുനർജീവിച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ പാപവിമോചകനാണ്. ഇവൻ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഇവൻ ജെറമ്യ പ്രവാചകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രോസേ, ഇവിടെ വരൂ. ഞാൻ ആരാണെന്നാണ് ഇവർ പറയുന്നത്? അന്ന് ഏലിയയാണെന്നും ജെറമ്യ പ്രവാചകനാണെന്നും പൂർവ്വ പ്രവാചകരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റതുമാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. സ്വർഗ കവാടത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. പത്രോസേ, നീ പാറയാകുന്നു. നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും. പത്രോസേ, നീ പാറയാവുന്നു എന്ന ലഘുനാടകം